വടകര കടത്തനാട് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പരാതിയുമായി കൂടുതൽ നിക്ഷേപകർ രംഗത്തു വരുന്നു എന്നുള്ളതാണ്. പയ്യോളി അയനിക്കാട് സ്വദേശിയായ അൻവർ ഹുസൈനും മകൾ ആയിഷ ഫിദയുമാണ് തട്ടിപ്പിനിരയായത്. 15 ലക്ഷത്തിലേറെ രൂപ കിട്ടാനുണ്ടെന്നാണ് അൻവർ ഹുസൈൻ പറയുന്നത്. പണം ആവശ്യപ്പെട്ടപ്പോഴൊക്കെയും ഇലക്ഷൻ കഴിഞ്ഞ് ഭരണം മാറട്ടെ എന്നെല്ലാം ഒഴിവ് പറഞ്ഞുവെന്നും പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും അൻവർ ഹുസൈൻ പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. 13,30,000 10 മാസത്തെ പ്രോഫിറ്റ് എനിക്ക് എൻ്റെ മകൾക്കും ഭാര്യക്കും കിട്ടാനുണ്ട്. ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയും നാളെ തരാം, മറ്റന്നാൾ തരാം, ഒരു മാസം കഴിയട്ടെ, ഭരണം മാറട്ടെ, ഇലക്ഷൻ കഴിയട്ടെ, ഇങ്ങനെ ഓരോ ഇത് പറയാമെന്നുള്ള. ഇവർക്ക് ഏകദേശം 94 ഡെപ്പോസിറ്റർമാരുണ്ട് ഞാനടക്കം. അവരന്വേഷണത്തിൽ ഒരു 4.5 കോടി ഉറുപ്പിൻ്റെ ബാധ്യത ഉണ്ട്. ബഷീർ അഹമ്മദിൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഇളയ മോളൊക്കെ പോയിരുന്നു. അന്നേരം പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കിട്ടുന്ന വഴി നോക്കി കേസ് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വളരെ ധിക്കാരപരമായിട്ടാണ് സുധീറും ബഷീർ അഹമ്മദൊക്കെ സംസാരിച്ചിരിക്കുന്നത്. മുബാറക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുബാറക്കെ, ഗുഡ് മോർണിംഗ്. ഇതിപ്പം 1-2 പേരല്ല, ഒരുപാട് പേർ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്, ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. ഇവർക്കൊക്കെയും കിട്ടാനുള്ളത് വലിയ ലക്ഷക്കണക്കുകളുമാണ്. സേതു, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് വടകര കോപ്പറേറ്റീവ്, അതായത് ഈ കടത്തനാടുള്ള കോപ്പറേറ്റീവ് ലേബർ സൊസൈറ്റിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ രംഗത്ത് വരികയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവസാനമായി പയ്യോളി അയനിക്കാട് സ്വദേശിയായിട്ടുള്ള അൻവർ ഹുസൈനും അദ്ദേഹത്തിന്റെ മകൾ ആയിഷ ഫിദയുമാണ് തട്ടിപ്പിനിരയായത് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഇവരുടെ ഇങ്ങനൊരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇവർ 13,30,000 രൂപയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ സൊസൈറ്റിയിലേക്ക് നിക്ഷേപിച്ചിരുന്നത്. അതിന്റെ ലാഭവിഹിതമടക്കം മൊത്തം 15 ലക്ഷം രൂപ ഇപ്പോൾ അവർക്ക് തിരികെ ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. അതായത് ഇയാൾ ഒരു രോഗി കൂടിയാണ്. ഇയാൾക്ക് ഈ രോഗാവശ്യങ്ങൾക്ക് വേണ്ടി ചികിത്സാ പണമായി പലപ്പോഴെല്ലാം ഈ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ഇന്നാവട്ടെ നാളെ ആവട്ടെ, അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുകയാണ്, ഇലക്ഷൻ നടന്നതിന് ശേഷം ഭരണം മാറും, അപ്പോൾ പണം ലഭിക്കും, ഈ സാഹചര്യത്തിൽ തിരിച്ചു തരാമെന്നുള്ള പല ഒഴികഴിവ് ഇവർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. അതുകൂടാതെ ഈ പറയുന്ന മറ്റൊരു കാര്യം, ഇവർ ഈ അൻവർ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിപരമായി അന്വേഷണം നടത്തിയപ്പോൾ ഇതിൽ 94 ഡെപ്പോസിറ്റർമാരാണ് ഉണ്ടായിരുന്നത്. ഇവർക്കെല്ലാവർക്കും കൂടെയായിട്ട് 5 കോടി രൂപയുടെ ബാധ്യത ഈ സൊസൈറ്റി വരുത്തി വെച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ അൻവർ ഹുസൈൻ നമ്മളോട് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മുൻ DCC പ്രസിഡന്റ് ആയിരുന്ന ഈ സുധീർ കുമാർ ഈ തൊട്ടിൽ പാലത്തുള്ള മറ്റൊരു ബാങ്കിലും ഈ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ പദവിയും ഈ മുൻപുണ്ടായിരുന്ന ഈ DCC സെക്രട്ടറി സ്ഥാനമടക്കമുള്ള പദവിയുമെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ ഈ നിക്ഷേപത്തിലേക്ക് ആളുകളെ വരുത്തിക്കുന്നതും ഇത്തരത്തിലുള്ള തട്ടിപ്പിനിരയാക്കുന്നതും. ഈ അൻവർ ഹുസൈൻ പറയുന്ന മറ്റൊരു കാര്യം, അതായത് ഈ തട്ടിപ്പിനിരയായവരിൽ ഇതുവരെ വാർത്ത പുറത്തു വന്നവരിൽ എല്ലാവരും തന്നെ രോഗികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കുന്നവരെയാണ്. ഇത്തരക്കാർക്ക് വലിയ പ്രതീക്ഷകളെല്ലാം. അപ്പോൾ തട്ടിപ്പിനിരയായ കൂടുതൽ പേർ രംഗത്ത് വരുന്നുണ്ട്. ഇനി ഇതിന്റെ തുടർ നടപടികൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടതുമാണ്.